നമസ്കാരം. ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ മറ്റൊരു പാർട്ടിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷന് അഥവാ സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസിന് ഉപയോഗിക്കാറുണ്ട്. അഥവാ ചില സ്പെഷ്യലൈസ്ഡ് ഗുഡ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്പെഷ്യലൈസ്ഡ് വാഹനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ആ വാഹനങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പരിചയപ്പെടാം. അപ്പൊ ഈ ഒരു പാർട്ടിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് റീഫേഴ്സ് ആണ്. അഥവാ ടെമ്പറേച്ചർ കൺട്രോൾ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ അഥവാ പെട്ടെന്ന് കേടുപോകുന്ന പ്രോഡക്റ്റുകളെയാണ് നമ്മൾ പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ പെരിഷബിൾ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് റെഫ്രിജറേറ്റഡ് ട്രക്കുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റഡ് ട്രക്കുകളെ നമ്മൾ റീഫേഴ്സ് എന്ന് വിളിക്കും. ഈ റീഫേഴ്സ് നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിളും അതിലൂടെ നടത്തുന്ന ഓപ്പറേഷൻസിനെ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷനുമായിട്ട് കണക്കാക്കാം. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഹസാർഡസ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടാ. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. റിക്വയർ സ്പെഷ്യലി സർട്ടിഫൈഡ് വെഹിക്കിൾ ആൻഡ് ഡ്രൈവേഴ്സ് അഡ്ഹറൻസ് ടു സ്ട്രിക്ട് റെഗുലേഷൻ. നമ്മുടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഈ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. ലോജിസ്റ്റിക് ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഗവൺമെന്റിന്റെ കൃത്യമായ റൂൾസ് ഉണ്ട്. ഈ ഗുഡ്സ് എങ്ങനെ എപ്പോ ഏത് റൂട്ടിലൂടെ കൊണ്ടുപോകണം, അതിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഒരു വാഹനത്തിനും ഒരു ഡ്രൈവർക്കും ഈ ഒരു ഗുഡ്സ് പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്നും കൺസംഷൻ പ്ലേസിലോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു ടൈപ്പിൽ വരുന്നത് ഓവർ ഡയമെൻഷണൽ കാർഗോ ട്രാൻസ്പോർട്ടാണ്. അതായത് ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് കാണാം. റിക്വയർ സ്പെഷ്യലൈസ്ഡ് ട്രെയിലേഴ്സ് എസ്കോർട്ട് വെഹിക്കിൾസ് ഓഫൺ പെർമിറ്റ്സ്. ഇവിടെ ഇത്തരം ഗുഡ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ഇതിന്റെ നീളം ഈ ലോജിസ്റ്റിക് ഓപ്പറേഷനിലൂടെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ നീളം ചിലപ്പോൾ 10 മീറ്റർ 16 മീറ്റർ ഉണ്ടാവും. അപ്പൊ ഇത് നോർമൽ നമ്മുടെ റോഡിലൂടെ കൊണ്ടുപോകാൻ അത്ര ഈസി അല്ല. ചിലപ്പോ ഒരു ദിവസം ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 3 കിലോമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഇവർക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ടർബൈൻ ബ്ലേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റാടി യന്ത്രത്തിന്റെ ബ്ലേഡ്, അതിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഊഹിക്കാം. അതൊക്കെ റോഡിലൂടെ കൊണ്ടുവന്ന സമയത്ത് എസ്കോർട്ട് വാഹനങ്ങളും പോലീസ് പെർമിഷൻ വരെ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ ഓവർ ഡയമെൻഷണൽ കാർഗോ ട്രാൻസ്പോർട്ട് എന്നാ പറയുന്നത്. ഇനി ഇതില് അവസാനമായിട്ട് പറയാനുള്ളത് ബൾക്ക് ട്രാൻസ്പോർട്ട് ആണ്. അതായത് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഐറ്റംസുകള്, അതേപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ടിപ്പറിൽ കൊണ്ടുപോയി തട്ടാവുന്ന മെറ്റീരിയൽസ്. അപ്പൊ അത്തരത്തിലുള്ള ഗുഡ്സുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാങ്കേഴ്സ് ഫോർ ലിക്വിഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്കറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ടിപ്പേഴ്സ് ഫോർ ഡ്രൈ ബൾക്ക്, നമ്മൾക്ക് മണ്ണ്, സിമെന്റ്സ് ഇതുപോലുള്ള സാധനങ്ങൾ, മെറ്റലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി സ്പെഷ്യലൈസ്ഡ് വാഗൺസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓപ്പൺ വാഗൺസ് കോളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസിൽ വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലോട്ടാണ് ഇനി പോകുന്നത്. നമ്മുടെ വീഡിയോയുടെ പാർട്ടിന്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീ കൺസിഡറേഷൻ ഫോർ വെഹിക്കിൾ സെലക്ഷൻ. അഥവാ ഒരു വെഹിക്കിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ നമ്മളൊരു വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അതിൽ വരുന്ന ഓരോരോ ഫാക്ടേഴ്സും. ആദ്യമായിട്ട് പറയുന്നത് ടൈപ്പ് ഓഫ് ഗുഡ്സാ. നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് പെരിഷബിൾ ഗുഡ്സ് ആണോ, അതല്ലെങ്കിൽ ഫ്രജൈൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ടാണോ, അതല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ആവുന്ന ഐറ്റംസ് ഉണ്ട്, ഗ്ലാസ് പോലുള്ളതാണെങ്കിൽ അതിന് നമ്മൾ ഫ്രജൈലുകൾ എന്ന് പറയുന്നത്. ഹസാർഡസ് ആണോ, ബൾക്കി ആണോ, ലിക്വിഡ് ആണോ, ഇതിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ആ ടൈപ്പിന് പറ്റുന്ന വാഹനമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമതായിട്ട് വരുന്നത് വോളിയം ആൻഡ് വെയിറ്റ് ഡിറ്റർമിൻ വെഹിക്കിൾ കപ്പാസിറ്റീസ് നീഡഡ്. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ വോളിയം എത്രയാണ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, ഈ വെയിറ്റ് താങ്ങാവുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആൻഡ് റൂട്ട് ആണ്. അഥവാ നമ്മൾ അർബൻ ഏരിയയിലൂടെയാണോ, റൂറൽ ഏരിയയിലൂടെയാണോ, അതല്ലെങ്കിൽ തന്നെ ലോങ് ഹോള്, ഷോർട്ട് ഹോള്, അങ്ങനത്തെ വലിയ വാഹനങ്ങളാണോ ചെറിയ വാഹനങ്ങളാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എത്ര ദൂരം നമ്മൾക്ക് കവർ ചെയ്യേണ്ട റൂട്ട് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നിങ്ങളുടെ പരിഗണനയിൽ വരണം. കാരണം എല്ലാ റൂട്ടിലും എല്ലാ വാഹനങ്ങളും സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്റ്റൻസ് ആൻഡ് റൂട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്തത് വരുന്നത് അർജൻസി ഓർ ഡെലിവറി ടൈമാ.
കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റ് എത്ര പെട്ടെന്ന് എത്തിക്കണം, അതല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ആവശ്യമുണ്ട് എന്നുള്ളതാ. ഇതിനനുസരിച്ചാണ് നമ്മൾ റോഡാണോ റെയിലാണോ വാട്ടർ ട്രാൻസ്പോർട്ട് ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. നല്ല എമർജൻസി ഉള്ള ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ റോഡ്, എയർ, വാട്ടർ, റെയിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അർജൻസിയുടെ ബേസിലാണ്, അതല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഡെലിവറി വിൻഡോ, ടൈം വിൻഡോയുടെ അനുസരിച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. മറ്റൊന്ന് പറഞ്ഞത് കോസ്റ്റ് ഇംപ്ലിക്കേഷൻ. ഒരു വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് വെഹിക്കിളിന്റെ കോസ്റ്റ്. ഫ്യൂവൽ എക്സ്പെൻസ് ആണ് ഏകദേശം ലോജിസ്റ്റിക് ഓപ്പറേഷനിൽ 40% വരുന്നത്. അപ്പൊ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള വാഹനങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്ന റൂട്ട്, റോഡ്, റെയിൽ, അതിന്റെയൊക്കെ കണ്ടീഷൻസ്, അതേപോലെ തന്നെ എയർപോർട്ട് ആക്സസ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ വാഹനം തിരഞ്ഞെടുക്കുമ്പോഴും ഒരു പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്നും കസ്റ്റമറിന്റെ കയ്യിലോട്ട് എത്തിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ കൊണ്ടുപോകുന്ന ആ കസ്റ്റമറുടെ ലൊക്കേഷനിലോട്ട് റോഡ് കണ്ടീഷൻ എങ്ങനെയാണ്, റെയിൽ നെറ്റ്വർക്ക് ഉണ്ടോ, അതേപോലെ തന്നെ എയർ ആക്സസ് ഉണ്ടോ, എന്നിട്ട് വേണം നിങ്ങൾ ഇത് റെയിലിലും റോഡിലൂടെയും എയറിലൂടെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. മറ്റൊന്നാണ് റെഗുലേഷൻസ്. രാജ്യത്ത് നിയമങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പോ ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് റെഗുലേഷൻസ്. ദെൻ സെക്യൂരിറ്റി നീഡ്സ്. സപ്പോസ് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗോൾഡ് ആണ്, അതല്ലെങ്കിൽ ഹൈ വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്, അതല്ലെങ്കിൽ കറൻസി ആണ് ATM-ലോട്ട്, ഇതിനൊക്കെ ഹൈലി സെക്യൂരിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതും കൂടെ ആ വാഹനം സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവസാനമായിട്ട് പറയുന്നത് റിട്ടേൺ ലോഡ് ആൻഡ് ബാക്ക് കോൾസ്. അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു ഗുഡ്സ് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ വാഹനം എംപ്റ്റി ആയിട്ട് വരികയാണെങ്കിൽ ഇതിന്റെ ഫ്യൂവൽ എക്സ്പെൻസ്, ഡ്രൈവർ കോസ്റ്റ്, ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുകയും എന്നാൽ അതേ സമയത്ത് നമ്മുടെ റവന്യൂ, റിട്ടേൺ ജേർണിയിൽ നമുക്ക് റവന്യൂ കണ്ടെത്താനും കഴിയില്ല. അപ്പോ ഒരു ബ്ലാങ്ക് വെഹിക്കിൾ ആയിട്ട് തിരിച്ചു പോരാത്ത രീതിയിൽ വേണം നിങ്ങൾ റൂട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കമന്റ്സ് നിങ്ങൾ താഴെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.